കുറേ നാളായിട്ട് എൻ്റെ ഫീൽഡിൽ കറങ്ങി നടക്കുന്ന ഒരു DIY ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകണം. ഇത്രയും നാളത് ട്രൈ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഓരോ പ്രാവശ്യം ഇഗ്നോർ ആക്കി വിടുമ്പോഴും ഇതേ DIY തന്നെ വീണ്ടും വീണ്ടും എനിക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, ഒരെണ്ണം ആക്കണ്ട, നമുക്ക് രണ്ടെണ്ണം അങ്ങോട്ട് ഉണ്ടാക്കാം. ഒരെണ്ണം പാളിപ്പോയാലും മറ്റതുണ്ടല്ലോ. ഇത് ഉണ്ടാക്കാനാണെങ്കിലോ ഭയങ്കര സിമ്പിളാണ്. എന്നിട്ടാണ് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കാണ്ട് മിണ്ടാണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ടിഷ്യൂസ് എടുക്കാം, നമുക്ക് വേണ്ട സൈസിലുള്ള സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഏത് കളറാണോ ഇഷ്ടം അത് വെച്ച് ഇങ്ങനെ സൈഡിലൊക്കെ ആക്കി കൊടുക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ കളറൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാമെങ്കിലും എനിക്ക് ഈ മെത്തേഡ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഈ രണ്ടാമത് കാണിച്ച മെത്തേഡാണ് എനിക്കിഷ്ടം. കാരണം ഇത് സോ എളുപ്പമാണ്. ക്ഷമ പിന്നെ എനിക്ക് പണ്ടേ പറഞ്ഞിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഹെയർ ഡ്രയറാണ് യൂസ് ചെയ്തത്. ഇത്രയും പ്രയാസത്തിനൊന്നും ഒരാവശ്യമില്ല, അത് കുറച്ച് ടൈം കൊടുത്താൽ തന്നെ ഉണങ്ങി കിട്ടിക്കോളും. ഇനി ഇതിനെ ഇങ്ങനെ നമ്മളൊരു റോസ് ആക്കി എടുക്കാൻ നോക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സർക്കിൾ ഷേപ്പും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ അവസാനമാകുമ്പോൾ ഒരു ഭംഗിയുള്ള റോസ് ആയിട്ട്. ഞാനിവിടെ റെഡും ബ്ലൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഏത് കളറാണ് ഇഷ്ടമായി എന്നുള്ളത് കമന്റ് ചെയ്യും.